മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും സങ്കീർണവും എന്നാൽ മനോഹരവുമായ പ്രതിഭാസമാണ് അഗാധമായ സ്നേഹം. കാലം മാറുമ്പോഴും സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്രപരമായ അടിത്തറകൾ മാറുന്നില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വെറുതെ ഇഷ്ടപ്പെടുകയാണോ, അതോ അവന്റെ ആത്മാവിന്റെ ഭാഗമായി അവളെ കാണുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഉപരിപ്ലവമായ പ്രകടനങ്ങളിലല്ല, മറിച്ച് അവന്റെ ആന്തരികമായ ചിന്താ പ്രക്രിയകളിലാണ്. പ്രമുഖ മനഃശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ സംഭവിക്കുന്ന 12 നിശബ്ദമായ എന്നാൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് കേവലം റൊമാൻസിനെ കുറിച്ചുള്ള സംസാരമല്ല, മറിച്ച് വൈകാരികമായ പക്വതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും ആഴത്തിലുള്ള ഒരു ന്യൂറൽ കണക്ഷന്റെയും അടയാളങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനമാണ്. ഈ 12 സൂചനകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരാളുടെ സ്നേഹത്തിന്റെ യഥാർത്ഥ ആഴമളക്കാൻ കഴിയും. ഓരോ ലക്ഷണവും അവൻ അവളെ എങ്ങനെ കാണുന്നു, എങ്ങനെ പരിഗണിക്കുന്നു, എങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒന്നാമത്തെ ലക്ഷണം വികാരങ്ങളുടെ ആഴത്തിലുള്ള മിററിംഗ്. അഗാധമായി സ്നേഹിക്കുന്ന പുരുഷനിൽ കാണുന്ന ആദ്യത്തെ സൈക്കോളജിക്കൽ പ്രതിഭാസം വികാരങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലനമാണ്. ഇത് വെറുമൊരു അനുകരണമല്ല, മറിച്ച് എമ്പതിയുടെ പരമോന്നത രൂപമാണ്. അവൾ ദുഃഖിക്കുമ്പോൾ അവന്റെ തലച്ചോറിലെ വേദന സംബന്ധിച്ച ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അവൾ സന്തോഷിക്കുമ്പോൾ അവന്റെ സന്തോഷ കേന്ദ്രങ്ങൾ സജീവമാകുന്നു. ഇത് ന്യൂറോ ബയോളജിക്കൽ തലത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്, കാരണം അവളുടെ വൈകാരികാവസ്ഥ അവന്റെ സ്വയം എന്ന ബോധത്തിന്റെ ഭാഗമായി മാറുന്നു. അവളുടെ കണ്ണീർ അവന്റെ ഉള്ളിൽ നിന്നും വരുന്നത് പോലെ അവൻ അനുഭവിക്കുന്നു. ഇത് സിമ്പതറ്റിക് റീസണൻസ് എന്ന പ്രതിഭാസത്തിന്റെ ലക്ഷണമാണ്. ഈ അവസ്ഥയിൽ അവൻ അവളെ പരിഹസിക്കുകയോ അവളുടെ വികാരങ്ങളെ ചെറുതാക്കി കാണിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവളുടെ അനുഭവത്തെ അംഗീകരിക്കുന്നു. അവളുടെ വികാരങ്ങളെ സ്വന്തം വികാരങ്ങളായി സ്വീകരിക്കുമ്പോൾ അവൻ അവളുടെ ലോകത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. അവിടെ 2 വ്യക്തികൾ ഒറ്റ ശരീരമായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ ലക്ഷണം സുരക്ഷിതത്വത്തിന്റെ ആന്തരിക പോർട്ട്. ബന്ധങ്ങളെക്കുറിച്ചുള്ള ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന പുരുഷൻ തന്റെ പങ്കാളിക്ക് സുരക്ഷിതമായ താവളമായി വർദ്ധിക്കുന്നു. ലോകത്തിന്റെ സമ്മർദ്ദങ്ങളോ ഭീഷണികളോ വരുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്ന ആദ്യത്തെ അഭയസ്ഥാനം അവനായിരിക്കും. ഈ സുരക്ഷിതത്വം നൽകുന്നത് ഭൗതികമായ സമ്പന്നതയല്ല, മറിച്ച് വൈകാരികമായ സ്ഥിരതയാണ്. അവന്റെ സാന്നിധ്യം അവളുടെ ഭയമൊക്കെ മാറ്റി സുരക്ഷിതത്വ ബോധം നൽകി മനസ്സിന് ശാന്തത നൽകുവാൻ ശക്തമാണ്. അവൾക്ക് തന്റെ ദൗർബല്യങ്ങൾ തുറന്നു കാണിക്കാൻ ധൈര്യം വരുന്നത് അവൻ അവളെ വിധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ അവസ്ഥ ദീർഘകാല ബന്ധങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വിശ്വാസത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്നു. മൂന്നാമത്തെ ലക്ഷണം ബൗദ്ധികമായ അംഗീകാരവും ചോദ്യം ചെയ്യലിലെ ബഹുമാനവും. അഗാധമായ സ്നേഹം ശാരീരിക ആകർഷണത്തിൽ തുടങ്ങി ബൗദ്ധികമായ ഒത്തുചേരലിൽ എത്തി നിൽക്കുന്നു. ഈ പുരുഷൻ അവളെ കേവലം ഒരു പങ്കാളിയായിട്ടല്ല, മറിച്ച് തുല്യബുദ്ധിയുള്ള ഒരു വ്യക്തിയായി കണക്കാക്കുന്നു. അവളുടെ അഭിപ്രായങ്ങളെ അവൻ ഗൗരവമായി എടുക്കുന്നു. സ്വന്തം ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ബൗദ്ധികമായ വെല്ലുവിളിയായി കാണാതെ പുതിയ അറിവിലേക്കുള്ള വാതിലായി കാണുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനം, തർക്കങ്ങളിലോ വിയോജിപ്പുകളിലോ അവൻ അവളുടെ ഐഡന്റിറ്റിയെ ആക്രമിക്കുന്നില്ല. അവൻ വിഷയത്തെ എതിർക്കുന്നു, വ്യക്തിയെ ഒരിക്കലും എതിർക്കുന്നില്ല. ഈ ബഹുമാനം അവന്റെ സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്നതാണ്. അവൻ അവളെ തന്റെ ലോകത്തിലെ ഒരു പ്രധാന ഉപദേഷ്ടാവായി കണക്കാക്കുന്നു. നാലാമതായി ക്ഷമയും പരിഗണനയും. മനഃശാസ്ത്രജ്ഞനായ കാൾ റോജേഴ്സിന്റെ പ്രശസ്തമായ ആശയമാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അഥവാ നിരുപാധികമായ നല്ല ശ്രദ്ധ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ
അവളുടെ പോരായ്മകളെയും തെറ്റുകളെയും മുൻകാല വീഴ്ചകളെയും അവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അവൻ അവളെ മാറ്റാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ആ ദൗർബല്യങ്ങൾ പരിപാലിക്കാനുള്ള അവന്റെ വാത്സല്യം വർദ്ധിപ്പിക്കുന്നു. ഇത് സ്നേഹം ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു വികാരമല്ല എന്ന് തെളിയിക്കുന്നു. അവൻ എല്ലാറ്റിനുമപ്പുറം അവളെ തിരഞ്ഞെടുക്കുന്നു. അഞ്ചാമത്തെ ലക്ഷണം ഭാവി കാഴ്ചപ്പാടുകളിലെ അനിവാര്യമായ സമന്വയമാണ്. ദീർഘകാല ബന്ധങ്ങളുടെ അടിസ്ഥാനം ഒരുമിച്ചുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിലാണ്. അഗാധമായി സ്നേഹിക്കുന്ന പുരുഷൻ തൻ്റെ ഭാവിയിലെ ഏതൊരു തീരുമാനവും, ജോലിമാറ്റം, താമസം, സാമ്പത്തിക കാര്യങ്ങൾ എടുക്കുമ്പോൾ അവളെ ഒരു ഓപ്ഷണൽ ഘടകമായി കാണുന്നില്ല, മറിച്ച് അവളെ ഒരു ഫണ്ടമെന്റൽ കോമ്പോണന്റായി പരിഗണിക്കുന്നു. അവന്റെ സ്വപ്നങ്ങളുടെ മാപ്പിൽ അവളുടെ സ്ഥാനം സുസ്ഥിരമാണ്. ഇതവന്റെ ആസൂത്രണ രീതിയിൽ ഞാൻ എന്നതിൽ നിന്നും നമ്മൾ എന്നതിലേക്കുള്ള മാറ്റത്തെ വ്യക്തമാക്കുന്നു. ഇത് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ഉത്തരവാദിത്വങ്ങൾ പങ്കുവയ്ക്കുവാൻ അവൻ സന്നദ്ധനാണ് എന്നതിൻ്റെ മനഃശാസ്ത്രപരമായ സൂചനയാണ്. ആറാമത്തെ ലക്ഷണം ശ്രദ്ധയുടെ ക്വാളിറ്റി. സ്നേഹം എന്നത് എത്രത്തോളം ശ്രദ്ധ നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അഗാധമായ സ്നേഹമുള്ള പുരുഷൻ അവളുടെ സംസാരത്തിലെ ചെറിയ സൂചനകൾ പോലും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അവൾക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിലെ വരി, ഒരു പ്രത്യേക ദിവസം, അവൾ പരാമർശിച്ച ഒരു ചെറിയ ആശങ്ക, ഇവയെല്ലാം അവന്റെ കോർ മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടുന്നു. ഇത് കോഗ്നിറ്റീവ് ലോഡിൽ അവളെ മുൻഗണന നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ സൂക്ഷ്മമായ ഓർമ്മപ്പെടുത്തലുകൾ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ എനിക്ക് പ്രധാനപ്പെട്ടവളാണ് എന്ന് വാക്കുകളില്ലാതെ പറയുന്ന ഏറ്റവും ശക്തമായ ആശയവിനിമയ മാർഗമാണ്. ഏഴാമത്തെ ലക്ഷണം വൈകാരികമായ പ്രതിരോധവും സംരക്ഷണവും. അവളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാ ബാഹ്യശക്തികളിൽ നിന്നും സ്വയം ഒരു കവചമായി അവൻ മാറുന്നു. അവളുടെ ജോലിസ്ഥലത്തോ കുടുംബത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ആരെങ്കിലും അവളെ അനാവശ്യമായി വിമർശിക്കുമ്പോൾ അവൻ പ്രതികരിക്കുന്നത് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവളുടെ വേദനയുടെ ഭാരം അവനും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവന്റെ സംരക്ഷണബോധം അവളുടെ ദുർബലതയിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് അവളെ വിലമതിക്കുന്നതിൽ നിന്ന് വരുന്നതാണ്. എട്ടാമത്തെ ലക്ഷണം വ്യക്തിഗത സ്വാതന്ത്ര്യത്തോടുള്ള ആദരവ്. യഥാർത്ഥ സ്നേഹം അടച്ചുപൂട്ടലിലല്ല, മറിച്ച് അനുവദിക്കലിലാണ്. അഗാധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ സ്വയം ഭരണാവകാശത്തെ പൂർണ്ണമായി മാനിക്കുന്നു. അവൾക്ക് അവളുടെ കൂട്ടുകാരുമായി സമയം ചെലവഴിക്കാനും തൻ്റെ ഹോബികൾ പിന്തുടരാനും ഒറ്റയ്ക്കിരിക്കാനും അവൻ സ്വാതന്ത്ര്യം നൽകുന്നു. ഈ ഇടം നൽകൽ അവന്റെ സ്നേഹത്തിലെ അരക്ഷിതാവസ്ഥയുടെ അഭാവത്തെയാണ് കാണിക്കുന്നത്. അവന്റെ സ്നേഹം അവളുടെ സാന്നിധ്യത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അവളുടെ അഭാവത്തിലും സുസ്ഥിരമായ ഒന്നാണ്. ഇത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ എനിക്ക് സ്വന്തമായി ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന സന്ദേശമാണ് കൈമാറുന്നത്. ഒൻപതാമത്തെ ലക്ഷണം പങ്കാളിയെ മെച്ചപ്പെടുത്താനുള്ള പ്രചോദനമാണ്. അവൻ അവളെ പഴയതിൽ കൂടുതൽ മികച്ച വ്യക്തിയാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടല്ല, മറിച്ച് അവളുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് അവളെ നിരന്തരം പഠിക്കാനും വളരാനും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്. അവളുടെ പുതിയ നേട്ടങ്ങളെ അവൻ സ്വന്തം വിജയമായി ആഘോഷിക്കുന്നു. ഈ മ്യൂച്വൽ ഗ്രോത്ത് പ്രക്രിയ കാലക്രമേണ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും സ്നേഹം ഒരു ക്ഷയിക്കുന്ന വികാരമല്ലാതാക്കി നിരന്തരം വികസിക്കുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. പത്താമത്തെ ലക്ഷണം ആഴത്തിലുള്ള വൈകാരികമായ അടുപ്പവും പരസ്പര പരിഗണനയുമാണ്. ആഴത്തിൽ സ്നേഹിക്കുന്ന ബന്ധത്തിൽ ശാരീരികമായ അടുപ്പം കേവലം ഒരു ശാരീരികമായ ആവശ്യകതയല്ല, മറിച്ച് വൈകാരികമായ അടുപ്പം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. ഈ അടുപ്പം അവരുടെ ബന്ധം സുരക്ഷിതമാണ് എന്ന ആന്തരികമായ ബോധ്യപ്പെടുത്തലായി മാറുന്നു. അവൻ അവളെ ഒരു വസ്തുവായി കാണാതെ തൻ്റെ ആത്മാവിൻ്റെ പ്രതിഫലനമായി കാണുന്നു എന്നതിൻ്റെ ഏറ്റവും പക്വമായ സൂചനയാണിത്. ശാരീരികമായ അടുപ്പം അവരെ കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു വൈകാരികമായ പാലമായി അവശേഷിക്കുന്നു. 11ാമത്തെ ലക്ഷണം തുറന്ന ശരീരഭാഷയും കണ്ണുകളിലെ സത്യസന്ധതയുമാണ്. മനഃശാസ്ത്രത്തിൽ വാക്കുകളേക്കാൾ വിശ്വസനീയമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ.
അഗാധമായി സ്നേഹിക്കുന്ന പുരുഷൻ എപ്പോഴും തുറന്ന ശരീരഭാഷ പ്രകടിപ്പിക്കുന്നു. കൈകൾ കെട്ടിപ്പിടിക്കാതിരിക്കുക, സംസാരിക്കുമ്പോൾ ശരീരം അവളെ അഭിമുഖീകരിക്കുക, സംസാരിക്കുന്നതിനിടയിൽ കണ്ണുകൾ തെറ്റാതെ നോക്കുക. അവന്റെ കണ്ണുകളിലെ ആഴം മറച്ചുപിടിക്കാനില്ലാത്ത ഒരു സത്യസന്ധതയാണ് കാണിക്കുന്നത്. ഈ നിശബ്ദമായ അംഗീകാരം അവളെ തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനുള്ള അവന്റെ ആഴമായ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. 12ാമത്തെ ലക്ഷണം നമ്മൾ എന്നതിലുപരി അവൾ എന്നതിലെ ആശ്വാസമാണ്. അവസാനമായി ഏറ്റവും നിർണായകമായ ലക്ഷണം അവൻ നമ്മൾ എന്നതിനേക്കാൾ അവൾ എന്ന വ്യക്തിയിൽ ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇതെങ്ങനെ പരിഹരിക്കും എന്നതിനേക്കാൾ അവൾക്ക് എന്താശ്വാസമാണ് നൽകേണ്ടത് എന്നതിലാണ് അവന്റെ ശ്രദ്ധ. ഇത് അവൻ അവളെ ഒരു പങ്കാളിയായി മാത്രം കാണാതെ തന്നെ തന്നെ പരിപാലിക്കുന്ന ഒരു സ്വയം വിപുലീകരണമായി കാണുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഈ വ്യക്തിഗത ശ്രദ്ധയാണ് അവന്റെ സ്നേഹം ഒരു താൽക്കാലിക കരാറല്ലെന്നും അത് അവന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഭാഗമായി മാറിയെന്നും തെളിയിക്കുന്നത്. നമ്മൾ ഇന്ന് വിശകലനം ചെയ്ത ഈ 12 ലക്ഷണങ്ങൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുമ്പോൾ അവന്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇത് മനോഹരമായി കവിതകളിലൂടെ മാത്രം വിവരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ന്യൂറോ സയൻസിന്റെയും വൈകാരിക പക്വതയുടെയും ആഴത്തിലുള്ള പരസ്പര ബഹുമാനത്തിന്റെയും ഒരു സമന്വയമാണ്. സ്നേഹം എന്നത് എടുക്കുന്നതിൽ ഒതുങ്ങാതെ നൽകുന്നതിലും സംരക്ഷിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഫ്രോയിഡിന്റെ സിദ്ധാന്തങ്ങളിലെ ലിബിഡോ എന്നതിലുപരി എറിക്സൺ പറഞ്ഞ ജനറേറ്റിവിറ്റി എന്ന ഘട്ടത്തിലേക്ക് പുരുഷൻ പ്രവേശിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതായത് സ്വന്തം നിലനിൽപ്പിനപ്പുറം പങ്കാളിയുടെ വളർച്ചയിലും ബന്ധത്തിന്റെ നന്മയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ വിശകലനം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ ആഴം നൽകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടെത്തുകയാണ് എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം യഥാർത്ഥത്തിൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടുക എന്നത് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വൈകാരികമായ അംഗീകാരമാണ്. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ മനഃശാസ്ത്രപരമായ വിശകലനങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ മുന്നോട്ടു പോവുക. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.